Hi, good morning, Nimisha. Good morning, ma'am. Morning. ആളുകൾ ഓൺ ദ വേയിലാണല്ലോ. ഇന്നലെ എത്ര പേരുണ്ടായിരുന്നു ക്ലാസ്സില്? യെസ്റ്റർഡേ 4-5 പേരൊക്കെ ഉണ്ടാവാറുണ്ട് സാർ. വായിച്ചു നോക്കിയോ നിങ്ങള് ചാപ്റ്റർ? അനുഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വായിച്ചു നോക്കിയായിരുന്നോ നമ്മളുടെ ടോപ്പിക് ഒക്കെ? വായിച്ചു. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഉണ്ട്. നമുക്കിന്ന് അതിന്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. Okay. In the last class, we have explained different types of spillage waste in a hospital and each and every one how to be managed. അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ തരത്തിലെ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്, ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളാണ് ഒരു ഹോസ്പിറ്റലിനകത്തുള്ളതെന്നും ഇനി അത് ഈച്ച് ആൻഡ് എവരി വൺ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നും അല്ലെ? നമ്മൾ കുറച്ച് ബോഡി എന്താ പറയാ സ്പില്ലേജ് വേസ്റ്റുകളുടെ പേരുകൾ പരിചയപ്പെട്ടു. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, chemicals, sharps, radioactive materials, other organic materials and also other dangerous materials. അല്ലെ? ഇവയൊക്കെ ഒരു ഹോസ്പിറ്റൽസിലെ സ്പില്ലേജ് വേസ്റ്റുകളാണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ഓരോന്നും എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ആൻഡ് ഇഫ് എനി ടൈപ്പ് ഓഫ് സ്പില്ലേജ്, ഈ പറയുന്ന ഏതെങ്കിലും ടൈപ്പ് ഓഫ് സ്പില്ലേജുകൾ ഉണ്ടായാൽ ഹൗ ടു റിയാക്ട് അഗെയിൻസ്റ്റ് ഇറ്റ്, അതിന് എതിരെ നമ്മൾ എങ്ങനെ പെട്ടെന്ന് ആക്ഷൻ എടുക്കണം എന്നുള്ള കാര്യങ്ങളും അതിനെടുക്കേണ്ട പ്രൊട്ടക്ഷൻസ്, അങ്ങനെ ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ സോ ദ ഫസ്റ്റ് വൺ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡ് എന്ന് പറയുമ്പോൾ അറിയാം നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന റെഡ് ആയിട്ടുള്ള ഒരു റെഡിഷ് കളറിലുള്ള ഒരു ലിക്വിഡ് ആണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡുകൾ എന്താണെന്ന് പറഞ്ഞു, എനി ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഈസ് എക്സ്ക്രീറ്റഡ് ഫ്രം അവർ ബോഡി, നമ്മുടെ ബോഡിയിൽ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആൻഡ് എന്താ പറയാ ഫോം ചെയ്യുന്നത് അല്ലെ? ഇത്തരം ഫ്ലൂയിഡുകൾ അതിലെല്ലാം കൂടി ഒരുമിച്ച് പറയുന്നതാണ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അത്തരം ബോഡി ഫ്ലൂയിഡുകൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ബ്ലഡ്, യൂറിൻ, ഫേസസ്, സലൈവ, എന്താ പറയാ ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, semen, vaginal fluid, amniotic fluid, pleural fluid, peritoneal fluid, bile, digestive juices, vomit and pus. ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സിന് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അല്ലെ? അതിനെടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡുകളൊക്കെ ലീക്കേജ് വന്നാൽ, സ്പില്ലേജ് വന്നു കഴിയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് അത് അവിടുന്ന് റിമൂവ് ചെയ്യേണ്ടത്, ആൻഡ് ഹൗ ക്യാൻ ബി ക്ലീൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഏരിയ നമ്മൾ ഏത് രീതിയിൽ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. First and the most important thing is to, before entering that particular area, we have to wear our protective equipments. അവർ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽസിന്റെ സ്റ്റാഫ്സോ അല്ലെങ്കിൽ നഴ്സസോ അല്ലെങ്കിൽ ആരാണോ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് അവിടെ ഉള്ളത്
ആ ഒരു ഇതിനകത്തേക്ക് നമ്മൾ ഏരിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കണം. ദാറ്റ് ഈസ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്, അത് ധരിക്കണം. അതിനകത്ത് പെടുന്നത് ഇതൊക്കെയാണ്: ഗ്ലൗസ്, ഗൗൺസ്, പിന്നെ ഫേസ് ഷീൽഡ്സ് ഒക്കെ. ഇതൊക്കെ നമ്മൾക്ക് അതുമായിട്ട് ആ ഒരു സ്പില്ലേജുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ധരിക്കണം, വെയർ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം. നമ്മൾ എത്ര പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ ഓടിച്ചെന്നിട്ട് ആ ഒരു സ്പില്ലേജ് വരുമ്പോ തന്നെ അതിലേക്ക് നമ്മൾ അതിന്റെ ആ ഒരു എന്താ പറയാ പെട്ടെന്ന് ആ സാധനം അങ്ങനെ സ്പില്ല് ചെയ്ത് പോയിട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പെട്ടെന്ന് വെപ്രാളത്തിലേക്ക് ഓടിച്ചെന്നൊക്കെ അതിനകത്തേക്ക് വീണ് കിടന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകും. സോ അതിനു മുമ്പ് നമ്മൾ ഇതെല്ലാം തന്നെ ധരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം വി ഹാവ് ടു കണ്ടെയ്ൻ ദ സ്പിൽ യൂസിങ് സം അബ്സോർബന്റ് പാഡ്സ്, അല്ലെ? അബ്സോർബന്റ് പാഡുകൾ, മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ആ സാധനം they have to prevent it from spreading. അത് എന്താ പറയാ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ അതിനെ തടയണം. അതിന് കുറച്ച് പേപ്പർ എന്താ പറയാ അബ്സോർബന്റ് പാഡുകൾ, അത് അബ്സോർബന്റ് ടവൽസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ കൊണ്ടുവന്നിട്ട് ആ സ്പില്ല് ചെയ്തിരിക്കുന്ന ഏരിയയിൽ നമ്മൾ കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്തിടാം. And after that, you have to remove that particular materials along with that blood or body fluids which is spilled. ആ സ്പില്ല് ചെയ്തിരിക്കുന്ന ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ അതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളൂ. അത്തരം സാധനങ്ങൾ ഈ അബ്സോർബന്റ് പാഡുകളും അതുപോലെയുള്ള കുറെ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ട് അത് അബ്സോർബ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഇട്ടിരുന്നു. കുറച്ചു നേരം അങ്ങനെ ലീവ് ചെയ്യണം. അതിനുശേഷം അതെല്ലാം കൂടി എടുത്ത് കണ്ടെയ്ൻമെന്റ് ബാഗുകളിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള ബോക്സുകളിലോ ബാഗുകളിലോ ആക്കി അത് ബയോ ഹസാർഡ് എന്ന് പറയുന്ന ലേബൽ എഴുതി വേണം അതിനെ മാറ്റി വെക്കാനായിട്ട്. കാരണം അതിലേക്ക് ആരും ചിലപ്പോൾ ചിലപ്പോൾ മൂലക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് നമ്മളത് എന്തെങ്കിലുമൊക്കെ തപ്പി ചെല്ലുന്ന സമയത്ത് അത് എന്താ പറയാ ഇതിനകത്തൊക്കെ വരാൻ സാധ്യത, കുത്തം പോയാലും കുടത്തിൽ തപ്പെന്നൊക്കെ പറയുമല്ലേ. അപ്പൊ ചില സാധനങ്ങൾ ചിലപ്പോൾ മിസ്സാവുമ്പോൾ നമ്മൾ എവിടേക്കാ ചെന്ന് അന്വേഷിക്കാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്തരം ലേബിൾഡ് ഉണ്ടെങ്കിൽ they will not search it. അതിനകത്തേക്ക് നമ്മളുടെ കൈ ചെല്ലില്ല. കാരണം ഇറ്റ്സ് ഡേഞ്ചറസ്. അതിനകത്ത് ഉള്ള സാധനങ്ങൾ ഡേഞ്ചറസ് ആണ് എന്നാണ് ബയോ ഹസാർഡ് എന്ന് പറയുന്ന ലേബിൾ സൂചിപ്പിക്കുന്നത്. സോ അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ തന്നെ മാറ്റി വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇഫ് ദർ ഇസ് എനി ഗ്ലാസ് ഐറ്റംസ്, ഷാർപ്പ് ഐറ്റംസ് പ്രസന്റ്, അതിന് സെപ്പറേറ്റ് ഓർ സ്പെഷ്യൽ പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ. പ്രത്യേകം മുൻകരുതലുകൾ നമ്മൾ അതിനെതിരെ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ഡിസിൻഫെക്റ്റന്റ് ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? ഹൈപ്പോക്ലാറൈറ്റ് സൊല്യൂഷനിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സിന്റെ ഒക്കെ സാമ്പിൾസ് ഒക്കെ വീണിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഹൈപ്പോക്ലാറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? അത് ക്ലീൻ ചെയ്യണം, ഡിസിൻഫെക്റ്റന്റ് ആക്കണം, എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കണം എന്നർത്ഥം. യു ഹാവ് ടു ക്ലെൻസ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ കംപ്ലീറ്റ്ലി. ഈ പറയുന്ന ഏരിയ മുഴുവൻ നമ്മൾ പൂർണ്ണമായിട്ടും ഡിസിൻഫെക്റ്റന്റ് ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ, അത് ക്ലോറിൻ റിലീസ് ചെയ്യുന്ന ഏതെങ്കിലും കെമിക്കൽസ് നമുക്ക് ഉപയോഗിക്കാം. കെമിക്കൽ ആയിട്ടുള്ള ഏത് എന്താ പറയാ സൊല്യൂഷൻസ് നമുക്ക് ഉപയോഗിക്കാം. അതിനകത്ത് ക്ലോറിൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് മീൻസ് ക്ലോറിൻ കണ്ടന്റ് ഉള്ള ആയിരിക്കണം. ക്ലോറിൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലീൻ ചെയ്യാൻ, ക്ലെൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം, അല്ലെ? അപ്പൊ അത്തരം ഏരിയാസിലേക്ക് ഈ പറയുന്ന സൊല്യൂഷൻസ് ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കണം. വൈൽ യൂസിംഗ് ദാറ്റ് ക്ലെൻസ് റിലീസിംഗ് ആയിട്ടുള്ള, അതായത് ക്ലോറിൻ റിലീസിംഗ് ആയിട്ടുള്ള solutions when we are handling, we have to take also the precautions which is written by the or recommended by the manufacturers while producing that particular chemical. ആ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആളുകൾ, അതിന്റെ മാനുഫാക്ചറർ അതിന് ചില പ്രിക്കോഷൻസ് നമ്മളത് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, ഡയറക്റ്റ് ഹാൻഡ് കൊണ്ട് എടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും, എഴുതിയിട്ടുണ്ടായിരിക്കും. അതിന് പ്രോപ്പർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കൊടുത്ത് വേണം നമ്മൾ അത്തരം കെമിക്കൽസ് ഉപയോഗിക്കുക. കാരണം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു സാധനം ഉപയോഗിക്കുന്നു, പക്ഷെ അത് നമുക്ക് നമ്മളുടെ ബോഡിക്കോ സ്കിന്നിനോ എന്തെങ്കിലും ഡയറക്ട്ലി അത് കോൺടാക്റ്റിൽ വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടോ നമ്മൾ അത് വായിച്ചു നോക്കണം. അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കണം. അപ്പൊ ഡയറക്റ്റ് റീച്ചിൽ നമ്മളുടെ കൈ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വി ഹാവ് ടു യൂസ് ദ ഗ്ലൗസ് ഇൻ ഓർഡർ ടു കം ഇൻ ടു കോൺടാക്ട് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ആയിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട്. ദെൻ വി സെഡ് ദാറ്റ്, അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്തോ ഇതെല്ലാം ക്ലീൻ ചെയ്തു പാക്കിലാക്കി ബയോ ഹസാർഡ് ലേബൽ എഴുതി കഴിഞ്ഞു. തീർന്നോ? തീർന്നില്ല. വി ഹാവ് ടു ഓൾസോ ക്ലീൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ യൂസിങ് ഓർഡിനറി വാട്ടർ ഓർ വാം വാട്ടർ. എന്നിട്ട് അത് എന്ത് ചെയ്യണം? ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി അലൗഡ് ടു ഡ്രൈ. അത് എന്ത് ചെയ്യണം? ഉണങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് വെള്ളം ഉപയോഗിച്ചോ, ചിലപ്പോൾ ചൂടുവെള്ളം ഉപയോഗിച്ചോ, എന്താണോ ഏത് രീതിയിലുള്ളതാണോ ആ രീതിയിൽ എന്ത് ചെയ്യണം? അത് കഴുകുകയും ആൻഡ് ഓൾസോ യു ഹാവ് ടു ലീവ് ഇറ്റ് ഫോർ ഡ്രൈ. അത് ഉണങ്ങാൻ വേണ്ടി അവസരം, അതിന് സമയം കൊടുക്കാൻ വേണം. അല്ലാതെ ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവിടെയൊക്കെ ചവിട്ടി നടക്കുകയോ ചെയ്യരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സ്പില്ലാകുന്ന സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പില്ലാവുമ്പോൾ ആ പർട്ടിക്കുലർ, ഇപ്പൊ നമ്മൾ കാറൊക്കെ നമ്മളുടെ വഴി കൂടി നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കാറൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പോകും, അല്ലെ?
അപ്പൊ അത് റിപ്പയർമെന്റിന് വേണ്ടി നമ്മൾ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടിരിക്കും. സോ അതിന്റെ മുമ്പില് ബാക്കിലും ഒക്കെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഒരു എന്താ പറയാ ഒരു ട്രയാങ്കുലർ ഒരു സ്ക്വയർ പ്രിസം പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരിക്കും. അല്ല, അടിയിൽ സ്ക്വയർ ഷേപ്പിലും ഒരു ട്രയാങ്കിൾസ് 4 രീതിയിലും ഫിറ്റ് ചെയ്ത പോലത്തെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് എന്തിനാണ് മുമ്പിന്നോ പറയുന്നോ ഒക്കെ വരുന്ന വാഹനങ്ങൾ ഇവിടെ ഈ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന വാഹനം ചിലപ്പോൾ നമ്മൾ അകലെന്ന് വരുമ്പോ അത് അത്ര പെട്ടെന്നൊക്കെ ചില ആളുകൾ ശ്രദ്ധിക്കില്ല അല്ലെ. അപ്പൊ അത് നിർത്തിയിട്ടിരിക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സൂചനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള ഐറ്റംസ് സ്പിൽ ചെയ്യുമ്പോഴും അതിന് പർട്ടിക്കുലർ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ സ്പിൽഡ് ഏരിയ ആണെന്ന് കാണിക്കാൻ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് അവിടെ വെച്ചിരിക്കും. അത് ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. അപ്പൊ 1-2 അവിടെ അപ്പുറത്തും വെച്ച് കഴിഞ്ഞാൽ they will not enter that particular area. ആളുകൾ പോകുന്നവര് നടക്കുന്ന ഹോസ്പിറ്റൽസ് ആണ്. ഒത്തിരി ആളുകൾ പല വഴിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി പോകുന്നതാണ്. അപ്പൊ ഈ പറയുന്ന വഴിയിലോ അല്ലെങ്കിൽ ആളുകൾ പെട്ടെന്ന് ആക്സിഡന്റലി വരാൻ സാധ്യതയുള്ള ഇടങ്ങളിലോ ഇത്തരം സ്പില്ലേജുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടി അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വഴിമാറി പൊക്കോളും. അതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല എന്ന് ആളുകൾക്ക് കണ്ടാൽ അറിയുന്ന ആളുകൾക്ക് അതിനൊക്കെ ഉള്ള അറിവുകളൊക്കെ ഉണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ ഹോസ്പിറ്റൽസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണാറുള്ളതാണ്. പിന്നെന്താണ് പറയാ, അതിനുശേഷം വി ഹാവ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ പർട്ടിക്കുലർ വേസ്റ്റ്. ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ ബയോ ഹസാർഡ് എന്നൊക്കെ പറഞ്ഞു. അതിനകത്തൊക്കെ ലാബിലൊക്കെ ചെയ്ത് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യണം, പെട്ടെന്ന് അതൊക്കെ അവിടെ നിന്ന് ഡിസ്കാർഡ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പോളിസീസ് അനുസരിച്ച് മാത്രമേ ഇതൊക്കെ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസ് ഈ പറയുന്ന ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോൺടാക്റ്റിൽ വന്നോ എല്ലാം തന്നെ എന്താ പറയാ അത് ഡിസ്കാർഡ് ചെയ്യണം. ഇതിനകത്തൊക്കെ പെട്ട് ഉരുണ്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എത്ര നല്ലതാണെങ്കിൽ കൂടി ചിലപ്പോ അത് ഇൻഫെക്ഷൻസ് എല്ലാവർക്കും ഒരാൾക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആളുടെ ഇൻഫെക്ഷൻ മാറ്റാൻ വേണ്ടി അയാളുടെ സാധനങ്ങളൊക്കെ മാറ്റി അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടു അതിൽ ചെന്ന് ആളുകൾ വീണിട്ട് ഒന്നെന്നുള്ളത് 10-12 പേർക്കൊക്കെ അത്തരം അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ ഡിസ്കാർഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ലാസ്റ്റ് ആൻഡ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് നമുക്ക് പറയാം, ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി മെയ്ഡ് പ്രോപ്പർലി. എല്ലാ സമയത്തും എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഗ്ലൗസ് എത്ര തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആഫ്റ്റർ ദാറ്റ് ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു. ആൻഡ് ദീസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് മറ്റ് നമ്മൾ പറഞ്ഞല്ലോ സ്പില്ലേജുകൾ പല രീതിയിലുണ്ട്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നും ഇനി ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് സ്പില്ലേജ് മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനകത്തും ആ പറയുന്ന പോയിന്റുകളൊക്കെ ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ചില പോയിന്റുകൾ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പൊ സെക്കൻഡ് സ്പില്ലേജ് ആണ് മെർക്കുറി സ്പില്ലേജ്. നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ഡേഞ്ചറസ് മെറ്റീരിയൽ. മെർക്കുറി എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്, വിച്ച് ഈസ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഓൾസോ ദ എൻവയോൺമെന്റ്. സോ ഇറ്റ്സ് മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, വെരി വൈറ്റൽ എന്നാ പറഞ്ഞത്. വൈറ്റൽ മീൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് മെർക്കുറി ലീക്കേജ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും ഒരുപോലെ അത് അപകടകരമാണ് എന്നുള്ളത് കൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇഫ് എനി ടൈപ്പ് ഓഫ് മെർക്കുറി ഈസ് സ്പിൽഡ് യു ഹാവ് ടു എന്താ പറയാ ആസ് സൂൺ ആസ് പോസിബിൾ യു ഹാവ് ടു എവിക്ട് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ആ സ്ഥലം വിട്ട് പെട്ടെന്ന് എവിടേക്കെങ്കിലും മാറി നിൽക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഏറ്റവും ആദ്യം തന്നെ ഇത്തരം മെർക്കുറി സ്പില്ലേജുകൾ ഉണ്ടാകുന്ന ഏരിയയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു ഹാവ് ടു എവിക്ട് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ ആൻഡ് ഓൾസോ അങ്ങനെ എവിക്ട് ചെയ്ത് മാറി അവിടെ എവിടെയെങ്കിലും നിന്നിട്ട് നോക്കി നിരീക്ഷിക്കല്ല, യു ഹാവ് ടു കോൾ ഫോർ ദ എമർജൻസി സർവീസസ്. ഇത്തരം ലീക്കേജസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എമർജൻസി സർവീസസിലേക്ക് പെട്ടെന്ന് തന്നെ അറിയിപ്പ് കൊടുക്കുക. അത് ഫോൺ കോളിലൂടെയോ ഏത് രീതിയിലാണോ ഏറ്റവും എളുപ്പത്തിൽ അവരെ ബന്ധപ്പെടാൻ പറ്റുക ആ രീതിയിൽ അവരെ ബന്ധപ്പെടുക, എമർജൻസിയിലേക്ക് ബന്ധപ്പെടുക എന്നുള്ളതാണ്. Then the next thing, അതിനുശേഷം നമ്മളിവിടെ ഇങ്ങനെ എവിക്ട് ചെയ്ത് മാറി നോക്കി നിന്നത് കൊണ്ട് ഇതിവിടെ ഒന്നും ക്ലീൻ ആവില്ല. സോ അത് കുറച്ചു നേരം ആ എന്താ പറയാ സ്പില്ല് വരുന്ന സമയം സ്പില്ലേജ് ആയി കഴിയുമ്പോൾ തന്നെ ലീക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് ഗ്യാസ് ആയിട്ട് നമ്മുടെ എയറിലുള്ള എന്താ പറയാ എയർ കണ്ടന്റുകളുമായിട്ട് പ്രവർത്തിച്ച് അതിൽ നിന്നും ഇതൊക്കെ എല്ലാ ഫ്യൂംസ് ഒക്കെ അല്ലെങ്കിൽ ഗ്യാസസ് ഒക്കെ മറ്റു രീതിയിലുള്ള ഗ്യാസസ് ഒക്കെ എന്താ പറയാ പുറപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മള് റെസ്പിറേറ്ററി പ്രോബ്ലംസിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്വാസങ്ങളിലേക്കൊക്കെ ശ്വാസം എടുക്കുന്ന സമയത്ത് അതിന്റെ അടുത്തൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പെട്ടെന്ന് എവിക്റ്റ് ആവാൻ പറയുന്നത്. എന്നിട്ട് കോൾ ചെയ്യുക എമർജൻസി. കുറച്ചു നേരം കഴിയുമ്പോൾ അതിന്റെ ഒരു ഇതൊക്കെ കുറച്ച് കുറയും. ആ സമയത്ത് മാത്രമേ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കേണ്ട മറ്റൊരു സ്റ്റെപ്പാണ് യു ഹാവ് ടു ടേക്ക് ഓഫ് ഓൾ യുവർ ജ്വല്ലറീസ് ഫ്രം യുവർ ഹാൻഡ്സ് ആൻഡ് റിസ്റ്റ്. നമുക്ക് കൈകൊണ്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യില് റിസ്റ്റിലൊക്കെ ഉള്ള അതായത് നമ്മളുടെ ലോഹങ്ങളായിട്ടുള്ള ഓർണമെന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, ജ്വല്ലറീസ് ഒക്കെ,
അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുക. കാരണം ഇത് ഈ മെർക്കുറി വിച്ച് വിൽ ഇമ്മീഡിയറ്റ്ലി കം ഇൻ ടു കോൺടാക്ട് വിത്ത് ദിസ് വാല്യുബിൾ മെറ്റൽസ്, ഇത്തരം വിലപിടിപ്പുള്ള മെറ്റൽസുമായിട്ടൊക്കെ മെർക്കുറിക്ക് ഭയങ്കരമായിട്ട് കോൺടാക്ട് വരാൻ, അത് തമ്മിൽ ബന്ധപ്പെടും. അതുകൊണ്ട് അത് ഇല്ലാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ റിമൂവ് ചെയ്യാം, അതിനെ അനുവദിക്കരുത് അതിന് വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ദെൻ ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊക്കെ റിമൂവ് ചെയ്തതിനു ശേഷം വി ഹാവ് ടു ടേക്ക് അവർ പേഴ്സണൽ പ്രൊട്ടക്ഷൻ. സോ വി ഹാവ് ടു വെയർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതുകൊണ്ട് നമ്മൾ PPE ധരിക്കണം, ഗ്ലൗസ്, ഗോഗിൾസ്. ഗോഗിൾസ് മീൻസ് നമ്മളുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്താ പറയാ സ്പെക്ടക്കിൾസ് ആണ്, അതിനെയാണ് ഗോഗിൾസ് എന്ന് വിളിക്കാം. ഇവിടെ കാഴ്ചയ്ക്ക് നമുക്ക് വായിക്കാൻ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതിന് നമ്മൾ സ്പെക്ടക്കിൾസ് എന്നൊക്കെ പറയും, ഗ്ലാസ് എന്നൊക്കെ വിളിക്കും. അതല്ല, ഗോഗിൾസ് മീൻസ് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുക. മൊത്തത്തിൽ ഇങ്ങനെ വലിയ ഒരു എന്താ പറയാ ഫ്രെയിം ഒക്കെ ഉള്ള സാധനമൊക്കെ ആയിരിക്കും. അപ്പൊ അത് ഉപയോഗിച്ച് പിന്നെ റെസ്പിറേറ്ററി ഐറ്റംസ് എന്തെങ്കിലും ഇട്ടില്ല, നമ്മള് ശ്വാസത്തിലേക്ക് നേരിട്ട് പോകാതിരിക്കാനായിട്ട് നമ്മൾ മാസ്ക് പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇട്ട് അത് വെച്ചിട്ടൊക്കെ നമ്മൾ ആ സ്പില്ലിന്റെ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ. അതെന്തിനു വേണ്ടിയിട്ട് അവോയ്ഡ് ദ കണക്ഷൻ വിത്ത് മെർക്കുറി ഡയറക്ട്ലി, ആ ഡയറക്റ്റ് ആയിട്ട് മെർക്കുറിയിൽ നിന്നുള്ള കണക്ഷൻസ് ഇല്ലാതിരിക്കാനും, അതുപോലെ തന്നെ മെർക്കുറി അതിങ്ങനെ വേപ്പറായിട്ട് അതിങ്ങനെ അത് എന്താ പറയാ ഒരു സ്വരം എന്താ പറയാ വേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പമായിട്ട് അല്ലെ, അത് നമ്മുടെ അന്തരീക്ഷത്തിൽ അത് പടരാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മൾ ഇൻഹെയിൽ ചെയ്യും. സോ ഇറ്റ് വിൽ കോസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അപ്പൊ നമ്മൾ ഇൻഹെയിൽ ചെയ്യും, ഭാഗത്തേക്ക് വലിക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. മെർക്കുറിയുടെ എന്താ പറയാ ചെറിയ മോളിക്യൂൾസ് വരെ നമ്മുടെ ശ്വാസത്തിന്റെ ഉള്ളിൽ കൂടി അകത്തോട്ട് കയറും. അത് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത്. ഗ്ലൗസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗോഗിൾസ്, റെസ്പിറേറ്ററി ഐറ്റംസ് എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത്. സോ ഇറ്റ് ക്യാൻ അവോയ്ഡ് കണക്ഷൻ വിത്ത് മെർക്കുറി, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെന്താണ്, ദെൻ അതിനുശേഷം മാത്രം യു ഹാവ് ടു കണ്ടെയ്ൻ ദ സ്പിൽ. ഈ പറഞ്ഞ വീണ് കിടക്കുന്ന ആ പറയുന്ന മെർക്കുറി സ്പില്ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അബ്സോർബന്റ് മെറ്റീരിയൽസ്, നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ അബ്സോർബന്റ് പാഡ് ഒക്കെ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അതൊക്കെ കൊണ്ടുവന്ന് അതിന്റെ മുതൽ അങ്ങനെ വിതറിയിടാം. Then ഈ മെറ്റീരിയൽസും അതുപോലെ തന്നെ they have to contain into the bags which is named as biohazard. അതിനും ഹസാർഡസ് അല്ലെങ്കിൽ അതും ഡേഞ്ചറസ് ആണ് എന്ന രീതിയിൽ എന്താ പറയാ ഹസാർഡസ് എന്നൊക്കെ ലേബൽ ചെയ്ത് കണ്ടെയ്നറിൽ ആക്കി ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പൊ ചെറിയ കുഞ്ഞ് എന്താ പറയാ വളരെ ചെറിയ രീതിയിലുള്ള എന്താ പറയാ സ്പില്ലേജ് ഒക്കെ ആണെങ്കിൽ വി ക്യാൻ യൂസ് സിറിഞ്ച് ബൈ റിമൂവിംഗ് ദ നീഡിൽ ഫ്രം ഇറ്റ് ആൻഡ് വി ക്യാൻ ടേക്ക് ഇറ്റ്. അല്ലെ, നമുക്ക് ചെറിയ സ്പില്ലേജ് ഇത്തിരി മെർക്കുറിയൊക്കെ വീണു പോയി അപ്പൊ തന്നെ ഓടിപ്പോയി എന്താ പറയാ എമർജൻസി ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് അത് ചിലപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് ഒക്കെ മാത്രം മതിയാകും. നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, പോയിട്ട് സിറിഞ്ച്, വലിയ സിറിഞ്ച് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ നീഡിൽസ് മാറ്റിയതിനു ശേഷം ആ സിറിഞ്ച് കൊണ്ട് നമുക്ക് അതിനെ സക്ക് ചെയ്ത് എടുപ്പിക്കാനായിട്ട് സാധിക്കും. അത് സ്മോൾ ടൈപ്പ് ഓഫ് ലീക്കേജസ് ആണെങ്കിൽ മാത്രം അത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മാറ്റി വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ സ്പിൽ ചെയ്ത സാധനങ്ങൾ നമ്മൾ കണ്ടെയ്ൻമെന്റ് ബാഗുകളിൽ തന്നെ ഡേഞ്ചറസ്, ഹസാർഡസ് എന്നൊക്കെ എഴുതി വേണം മാറ്റി വെക്കാനായിട്ട്. Then after that you have to clean that particular area. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടും. അതുപോലെ തന്നെ എന്താ പറയാ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ പറയുന്നത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. മറക്കണ്ട, ഓരോന്നിനും പ്രത്യേകമാണ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പിൽ ചെയ്യുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഡിസ്ഇൻഫെക്റ്റന്റ് ആകാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞത് ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ്. 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ എനി എന്താ പറയാ ക്ലോറിൻ റിലീസിംഗ് ആയിട്ടുള്ള കെമിക്കൽസ് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ മെർക്കുറി സ്പില്ല് ചെയ്ത ഏരിയ എന്താ പറയാ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഡീകണ്ടാമിനേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ്. ഇനി അത്തരം സ്ഥലത്ത് ഇതൊക്കെ നമ്മൾ ഇട്ടു, അതൊക്കെ നമ്മൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ചു. ആൻഡ് വി ഹാവ് ടു ലീവ് ദ വിൻഡോസ് ഓപ്പൺ. പെട്ടെന്ന് ഈ പറയുന്ന ഇതൊക്കെ പുറത്തേക്ക് പോകാൻ, അവിടെ തന്നെ തങ്ങി നിന്നാലാണ് ആളുകളിലേക്ക് കൂടുതൽ അത് ശ്വസിക്കേണ്ടി വരിക. അപ്പൊ അതെന്ത് ചെയ്യാം, സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ എന്താ പറയുക ഇതുപോലെയുള്ള ഗ്യാസസ് പോലെയുള്ള രീതിയിലുള്ള വസ്തുക്കളൊക്കെ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വി ഹാവ് ടു ഡു ചെയ്യേണ്ട തിങ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തത്. അല്ലെ, നമ്മളൊക്കെ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോ ചിലപ്പോ ഒരു ഗ്യാസിന്റെ സ്മെല്ല്, സാധാരണ നമ്മൾ രാത്രിയിൽ പോകുമ്പോ ഗ്യാസിന്റെ സ്റ്റൗവിന്റെ ആ ഇത് മാത്രമല്ല നമ്മൾ ക്ലോസ് ചെയ്ത് പോകുക. താഴെ ഒരു നോബുണ്ട് അല്ലെ, ഗ്യാസ് സിലിണ്ടറിന്റെ അവിടെ ഒരു നോബുണ്ട്, അതുകൂടി നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് പോകുക. സോ ദാറ്റ് ഇറ്റ് ക്യാൻ പ്രിവെന്റ് ദ ഓവർഫ്ലോയിങ് ഓഫ് ഗ്യാസ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ചിലപ്പോഴൊക്കെ ഗ്യാസ് ഓവർഫ്ലോ ചെയ്ത് പോകാറുണ്ട്. അത്തരം ലീക്കേജസ് തടയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യാം.
ചിലപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോ ബൈ ചാൻസ് വിട്ടുപോകാൻ സാധ്യത മറന്നു പോകും. അങ്ങനെ വരുമ്പോ ചില സമയത്ത് ഇങ്ങനെ ഒരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ഓടിച്ചു വന്നിട്ട് ലൈറ്റ് ഇടുകയോ അല്ലെങ്കിൽ എന്താ പറയാ ഗ്യാസ് ഓൺ ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം, ഫസ്റ്റ് യു ഹാവ് ടു ഓപ്പൺ ദ വിൻഡോസ് ആൻഡ് ഡോർസ്. അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും സ്മെല്ല് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വിൻഡോസും ഡോർസും ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്തിടാം, കുറച്ചു നേരം അങ്ങനെ ലീവ് ചെയ്യാം. അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുക. അതുപോലെ തന്നെയാണ് മെർക്കുറി സ്പില്ലേജ് ചെയ്ത് കഴിഞ്ഞാലും കസ്റ്റമറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്ത് ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുക. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പോകേണ്ടത്. ക്ലീൻ ചെയ്യുക സാധാരണ പോലെ തന്നെ. ദെൻ യു ഹാവ് ടു ഡിസ്പോസ് ദ വേസ്റ്റ്. ഈ വേസ്റ്റുകളെല്ലാം തന്നെ ഓൾ ദ മെറ്റീരിയൽസ് നമ്മൾ ഈ മെർക്കുറി അബ്സോർബറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അബ്സോർബന്റ് പാഡുകളൊക്കെ അവിടെ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇൻക്ലൂഡിംഗ് ദ മെർക്കുറി, സ്പിൽ ചെയ്ത മെർക്കുറി ഉൾപ്പെടെ ഇതെല്ലാം തന്നെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ബാഗുകളിൽ ലേബൽഡ് ആസ് എന്താണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് പറയുന്ന ലേബലൊക്കെ കൊടുത്തിട്ട് വേണം കണ്ടെയ്ൻമെന്റുകളിലാക്കി മാറ്റി വെക്കാനായിട്ട്. ഇനി അതും ഇതുപോലെ തന്നെ ഈ മെർക്കുറി ഒക്കെയാണ് അത് ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്ത് ദേ ഹാവ് ടു ഫോളോ ദ ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ്. മെർക്കുറി എന്ന് പറയുന്നത് ഡേഞ്ചറസ് ടു ഹെൽത്ത്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഓൾസോ ദ എൻവയോൺമെന്റ്. പ്രകൃതിക്കും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ് പരിസ്ഥിതിക്കും അതുപോലെ തന്നെ ഹ്യൂമനും ഒരുപോലെ അത് കേട് തന്നെയാണ്, അപകടം തന്നെയാണ്. സോ അതിന് ഡിസ്കാർഡ് ചെയ്യേണ്ട രീതി എന്താണ് എന്ന് ലീഗലായിട്ട് അതുപോലെ തന്നെ അത് ഓരോ പ്രത്യേക ലൊക്കാലിറ്റിയുടെ രീതിയിൽ, സ്റ്റേറ്റിന്റെ രീതിയിൽ ഫെഡറൽ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ആ നിയമപരമായ രീതിയിൽ തന്നെ അതിനെ ഡിസ്കാർഡ് ചെയ്യണം. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, റിപ്പോർട്ട് ദാറ്റ് സ്പില്ലേജ് ടു ദ കൺസേൺഡ് സ്റ്റാഫ്. ഇതിനു വേണ്ടിയിട്ട് ഫോർ ദ ഡോക്യുമെന്റേഷൻ ആൻഡ് ഓൾസോ ദ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ്. ഈ പറയുന്ന സ്പില്ലേജ് ഉണ്ടായി കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ പർട്ടിക്കുലർ സ്പില്ലേജ് മെർക്കുറിയാണ് സ്പില്ലേജ് ചെയ്തിരിക്കുന്നത്, ആ കാര്യം ആരെ അറിയിക്കുക, കൺസേൺഡ് സ്റ്റാഫിനെ അറിയിച്ചിരിക്കണം. ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട മെർക്കുറി സ്പില്ലേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. ഇത്തരം സ്പില്ലേജുകൾ ഓരോന്നും സ്പില്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആരെയാണ് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും അതിനെ കുറിച്ച് റിപ്പോർട്ടൊക്കെ എഴുതി തയ്യാറാക്കുന്നവര്. അപ്പൊ അവരെ ആദ്യം തന്നെ അറിയിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ, അവർക്ക് ഇങ്ങനെ ഒരു സ്പില്ലേജ് ഉണ്ടായിരുന്നു, അതിന്റെ ഡേറ്റ്, ടൈം ആൻഡ് വാട്ട് ഇസ് ദ കോസ് ഓഫ് സ്പില്ലേജ്, എന്തുകൊണ്ട് അങ്ങനെ സ്പില്ലായി എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനാണ്. സോ ദാറ്റ് ദേ കൻ അവോയ്ഡ് നെക്സ്റ്റ് ടൈം, അല്ലെ അടുത്ത സമയം ഇതുപോലുള്ള സ്പില്ലേജുകൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെ മാനേജ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട്. അപ്പൊ അതിന്റെ കോസും കാരണങ്ങളൊക്കെ എഴുതി വെക്കാനും ആൻഡ് ഓൾസോ ഫോർ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ്. എന്തെങ്കിലും കാരണങ്ങൾക്ക് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ, ചില അന്വേഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ പറയുന്ന കൺസേൺ സ്റ്റാഫിനെ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മെർക്കുറി സ്പില്ലേജ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യുന്നത് ഈ രീതിയിലാണ് എന്നാണ്. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ചിലതൊക്കെ നമുക്ക് സിമിലാരിറ്റി തോന്നും. എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളത് ഈ അബ്സോർബന്റ് പാഡുകൾ ഇടുക എന്നുള്ളത്, PPE ഉപയോഗിക്കുക എന്നുള്ളത്, അല്ലെ, ക്ലീൻ ചെയ്യുക എന്നുള്ളത്, ഇതൊക്കെ എല്ലാത്തിനും ഒരുപോലെയാണ്. പിന്നെ എന്താ പറയാ, ഈ മെർക്കുറി ഒക്കെ ആകുമ്പോൾ കൺസേൺഡ് സ്റ്റാഫിനെ വിവരം അറിയിക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പുതിയ ഒരു പോയിന്റ് ആണ്. കാരണം മെർക്കുറി സ്പിൽ ചെയ്തത്, മെർക്കുറി എന്ന് പറയുന്നത് എന്താ പറയാ കുറച്ച് ഡേഞ്ചറസ് കൂടുതലായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പൊ അത് എന്തുകൊണ്ടുണ്ടായി, എന്താണ് അതിന്റെ റീസൺസ്, അതൊക്കെ അറിഞ്ഞിരിക്കണം. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾക്കും ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനും ഒക്കെ അവർക്ക് യൂസ്ഫുൾ ആകും. അത് തന്നെ കാര്യം. ഓക്കെ, ക്ലിയർ ആയോ? മെർക്കുറി, ഹൗ ടു മാനേജ് ദ മെർക്കുറി സ്പില്ലേജ്, മനസ്സിലായോ പോയിന്റുകള്? ഓക്കെ, അപ്പൊ ഒന്ന് വേഗം പെട്ടെന്ന് വായിച്ചു നോക്കിയേ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്പില്ലേജ്, അത് മെർക്കുറി സ്പില്ലേജ് ആണ് നമ്മൾ പറഞ്ഞ. ആൻഡ് ഹൗ ക്യാൻ ബി മാനേജ് ഇറ്റ്, അതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് വായിച്ചു നോക്കുക. ഒരു മിനിറ്റ് കൊണ്ട് വേഗം വായിക്കാം കേട്ടാ.
വായിച്ചില്ലേ? കഴിഞ്ഞില്ല? കഴിഞ്ഞു മിസ്സേ. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത ഏത് സ്പില്ലേജ് ആണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ദ തേർഡ് വൺ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഷാർപ്പ്, അതായത് മൂർച്ചയേറിയ ചില സാധനങ്ങളൊക്കെയാണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് നീഡിൽസ്, സ്കാൽപ്പൽസ്, അതായത് ചെറിയ നൈഫ് ലൈക്ക് ഒരു ഒബ്ജക്റ്റ് ആണ്. അതായത് ഒരു വശം മൂർച്ചയുള്ളത്, അതും ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലെ, സർജിക്കൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന, ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഷാർപ്പ് മെറ്റീരിയൽസ് ആണ്. ചെറുതായിരിക്കും വളരെ. ആൻഡ് അതർ ഷാർപ്പ് മെഡിക്കൽ ടൂൾസ്, മെഡിക്കലിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഷാർപ്പ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അതൊക്കെ മേ കോസ്റ്റ് ഇഞ്ചുറി, നമുക്ക് എന്താകാം, ചിലപ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് പോയാലോ അറിയാതെ ഒക്കെ കൊണ്ട് എന്ത് ചെയ്യാം, അത് ഇഞ്ചുറീസ് വരുത്താൻ സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ലീഡ് ടു ദ ഇൻഫെക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് അതേഴ്സ്. അവിടെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിനും മറ്റുള്ളവർക്കും ഒക്കെ അത് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻസ് നമുക്ക് അറിയാം. ഹോസ്പിറ്റലാണ് പല തരത്തിലുള്ള എന്താ പറയാ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസുമായിട്ടാണ് ഓരോ രോഗികളും അവിടെ വരിക. അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഇഞ്ചുറീസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പലതരത്തിലുള്ള ഇത്തരം ഓർഗാനിസംസ് എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ മോർ ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തം കാര്യങ്ങളെ തന്നെ അത് എന്താ പറയാ തകിടം മറിക്കുമെന്ന് പറയാം. അപ്പോ സോ ഹൗ ടു മാനേജ് സച്ച് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്, ഇത്തരം ഷാർപ്പ് സ്പില്ലേജുകളെയൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഷാർപ്പുകൾ എങ്ങനെയാണ്, ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യും. ഒന്നാമത്തേത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ യു ഹാവ് ടു യൂസ് ദ PPE, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് ആദ്യം തന്നെ ഉപയോഗിക്കേണ്ടത്. അതിന് ഗ്ലൗസ്, അതൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഗ്ലൗസ്, പിന്നെ എന്താ പറയാ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ്, അതായത് ഇങ്ങനെ മുറിവൊക്കെ ഉള്ള മുറിക്കാൻ, അതായത് ഗ്ലൗസ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് എന്താ പറയാ സാധാരണ ഗ്ലൗസ് അല്ല, നമ്മളിപ്പോ സർജിക്കൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ചിലപ്പോ ഈ പറയുന്ന ഷാർപ്പ് ഐറ്റംസ് കൊള്ളുമ്പോൾ തന്നെ അത് ചെയ്താൻ സാധ്യതയില്ല. എന്നാൽ അതില്ലാതെ അത്തരം പങ്ക്ചർ വരാത്ത രീതിയിലുള്ള ചില ഗ്ലൗസുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല ടു അവോയ്ഡ് കോണ്ടാക്ട്, ഇത്തരം എന്താ പറയാ ഇഞ്ചുറീസ് വരാതിരിക്കാനായിട്ട് ഇത്തരം സാധനങ്ങളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരാനിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള PPE ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇത് എന്ത് ചെയ്യാം, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്യാം. ഇത് പിന്നെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തൊന്നും മറ്റേ മെർക്കുറി പോലെയോ ബോഡി ഫ്ലൂയിഡ്സ് പോലെയോ ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ സ്പ്രെഡ് ആകാൻ, പരക്കാനുള്ള സാധ്യതകൾ കുറച്ച് കുറവായിരിക്കും. എന്നാലും ഇതൊക്കെ തെറിച്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട് അല്ലെ. പരക്കുക എന്നുള്ളത് ഇല്ല അവിടെ. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇത്തരം പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക്, അതായത് ചോർന്നൊക്കെ പോകാൻ പറ്റില്ല. കാരണം ഇത് ഇടുമ്പോ തിന്നായിട്ടുള്ള വല്ല കവേഴ്സോ കണ്ടെയ്നേഴ്സോ ഒക്കെ ആണെങ്കിൽ അത് മുറിഞ്ഞ് താഴോട്ട് പോകാൻ സാധ്യത. അതില്ലാതെ ഈ ഇങ്ങനെ ദ്വാരങ്ങൾ വരാതിരിക്കാൻ, അല്ലെങ്കിൽ മുറിവ് ആ പറയുന്ന പർട്ടിക്കുലർ മെറ്റീരിയലിന് വരാത്ത രീതിയിലുള്ള കണ്ടെയ്ൻമെന്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ എടുത്ത് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്ത് എടുത്ത് പെറുക്കിയൊക്കെ കെയർഫുൾ ആയിട്ട് നമ്മൾ അത് ഷാർപ്പ് ഐറ്റംസ് ഒക്കെ എടുക്കണം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ കണ്ടെയ്ൻമെന്റിലാക്കി ബയോ ഹസാർഡ് എന്ന് പറയുന്ന ലേബലില് കണ്ടെയ്ൻമെന്റിൽ അല്ലെങ്കിൽ ബാഗിലോ എടുത്തിട്ട് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യുക, ക്ലീൻ അപ്പ് ദ സ്പിൽ. ഈ പറയുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്ടന്റ് സൊല്യൂഷൻ ഉപയോഗിച്ച്. കാരണം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന മെറ്റീരിയൽസ് ചിലപ്പോൾ ചില ആളുകൾ ഉപയോഗിച്ചതാകാം. സോ അതിനകത്തും ഈ പൊട്ടി അല്ലെങ്കിൽ ചിതറിപ്പോയി എങ്കിലും അതിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യത. അപ്പൊ ഡിസ്ഇൻഫെക്ടന്റ് സൊല്യൂഷൻസ് ഉപയോഗിച്ച് എഫക്റ്റഡ് ഏരിയ ക്ലീൻ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡിസ്ഇൻഫെക്ടന്റിന്റെ മാനുഫാക്ചറിൽ പറഞ്ഞിരിക്കുന്ന മാനുഫാക്ചറിൽ അതിന് കൊടുത്തിരിക്കുന്ന ഡിറക്ഷൻസ് ഫോളോ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡിസ്ഇൻഫെക്ടന്റ് കൈകാര്യം ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ കൈകാര്യം ചെയ്യുന്ന വസ്തുവും അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതെങ്ങനെ ഉപയോഗിക്കണം നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കി മാത്രമേ അത് ഉപയോഗിക്കുക. ദെൻ ഗെറ്റ് റിഡ് ഓഫ് ദ വേസ്റ്റ് നമുക്ക് പരമാവധി ഷാർപ്പ് ഈ പറയുന്ന ഡേഞ്ചറസ് ബാഗുകളിലാക്കിയിട്ട് ബയോ ഹസാർഡ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ബാഗിലോ ആക്കിയിട്ട് നമുക്കിനി അത് കോണ്ടാക്റ്റിൽ വരാത്ത രീതിയിൽ ഒത്തിരി ദൂരെ മാറ്റി എന്താണ് ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ദെൻ ദേ ഹാവ് ടു ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ്. ഇത്തരം സ്പില്ലേജുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബന്ധപ്പെട്ട റെലവന്റ് സ്റ്റാഫിനെ നമ്മൾ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കുക. ഫോർ ഡോക്യുമെന്റേഷൻ പർപ്പസ് ഓർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ്. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനോ ഡോക്യുമെന്റേഷൻ പർപ്പസിനോ വേണ്ടിയിട്ട് അവർക്ക് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരെ ബന്ധപ്പെട്ട ആളെ അറിയിക്കുക എന്നുള്ളതാണ്.
അപ്പൊ അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഷാർപ്പ് ഐറ്റംസ് സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ പ്രധാനമായിട്ടും ധരിക്കുക. മറ്റേ സ്പിൽ ചെയ്ത സാധനങ്ങളൊക്കെ പെറുക്കി എടുത്തിട്ട് ബയോഹസാർഡ് ലേബൽ ചെയ്ത് വെക്കുക. ആ പ്രത്യേക സ്ഥലം ഡിസ്ഇൻഫെക്റ്റന്റ് ആക്കാനുള്ള സൊല്യൂഷൻസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ അതൊക്കെ കണ്ടെയ്ൻമെന്റിലേക്ക് ആക്കുക. എല്ലാം തന്നെ നമ്മുടെ അത് അടുത്ത് ഒത്തിരി ദൂരെ മാറ്റി ഒട്ടും തന്നെ ആളുകളുടെ അടുത്തേക്ക് കോൺടാക്റ്റിൽ വരാത്ത രീതിയിൽ സ്പില്ലേജുകൾ മാറ്റിവെക്കുക. പെട്ടെന്ന് തന്നെ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അത് റെലവന്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ അറിയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഷാർപ്പ് മെറ്റീരിയൽ സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് നേരത്തെ പറയുന്നത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഇനി കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ഓരോന്നിനും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് അത് തന്നെ. ഒന്ന് വായിച്ചു നോക്കിയാൽ വേഗം. ഷാർപ്സ് ഹൗ ടു ബി മാനേജ്ഡ്. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്. അഞ്ച് പോയിന്റേ ഉള്ളൂ ഷാർപ്പുകളുടെ. നമുക്ക് കുറച്ച് ഇതിനകത്ത് കൂടുതലും നമുക്ക് എന്താ പറയാ വൺ വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് പഠിക്കുന്നത് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഓവറോൾ മാനേജ്മെന്റ് അതൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് അതിനെ കുറിച്ച് ഒരു വർക്ക് ഫോഴ്സ് അതിന് വേണ്ടിയിട്ടുണ്ട്. അതാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ. അപ്പൊ അതൊക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അറിയുക എന്നുള്ളതാണ്. വായിച്ചോ? വായിച്ചു മിസ്സാ. ഓക്കെ, ഒരാൾ മാത്രമല്ല അവിടെ, ബാക്കി ആരും ഇല്ലേ? എല്ലാവരും ഇല്ലേ അവിടെ? വായിച്ചു കഴിഞ്ഞോ എല്ലാവരും? കഴിഞ്ഞു മിസ്സേ. നിമിഷ മാത്രം മറുപടി പറയുന്നു. നിമിഷല്ലേ മറുപടി പറയണേ? വായിച്ചു. സോ നമുക്കിനി അടുത്തത് വായിക്കാം. ഏതാ നമുക്ക്? അടുത്ത സ്പില്ലേജ് ആണ്. അടുത്ത സ്പില്ലേജ് ഏതാ? കെമിക്കൽ സ്പില്ലേജ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. കെമിക്കൽസ്. ഇനി കെമിക്കൽസ് എങ്ങനെയാണ് അത് സ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോണേ. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഓർ എന്താ പറയാ, നമ്മൾ എവിക്ട് ഏരിയ. അത് ഒരു ചെറിയ തരത്തിലുള്ള സ്പില്ലേജ് ആണ്. കെമിക്കൽസ് ഏത് തന്നെയായാലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, മേജർ ആയാലും ചെറുതായാലും, ആദ്യം തന്നെ നമ്മൾ എന്താണ് എത്രത്തിലുള്ള ഒരു സ്പില്ലേജ് ആണെന്ന് ആദ്യം തന്നെ ഒരു വിലയിരുത്തലുകൾ നടത്താം. നമ്മൾ ഇവാലുവേറ്റ് ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ് വിച്ച് ഈസ് മൈനർ ഓർ എന്താ പറയാ മേജർ. ഒരു മൈനർ ആയിട്ടുള്ള സ്പില്ലേജ് ആണോ, കെമിക്കൽസ് കുറച്ചായിട്ട് ലീക്ക് ചെയ്തതാണോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുതലാണോ ലീക്ക് ചെയ്തതെന്ന് ആദ്യം തന്നെ വിലയിരുത്തുക. ദെൻ അതിനുശേഷം എന്താണ് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ് എങ്കിൽ, അതായത് മേജർ ആയിട്ടുള്ള ഒരു കെമിക്കൽ ആണ് നമുക്ക് എന്താ പറയാ ഈ പറയുന്ന പോലെ ലീക്ക് വന്നിരിക്കുന്നെങ്കിൽ യു ഹാവ് ടു എവിക്ട് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ ആൻഡ് കോൾ ഫോർ എമർജൻസി. അല്ലെ, പെട്ടെന്ന് തന്നെ നമ്മൾ ആ സ്ഥലം വിട്ടുമാറുക. മാറിയതിനു ശേഷം നമ്മൾ എമർജൻസിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, എമർജൻസി സർവീസസിന് വേണ്ടിയിട്ട്. അപ്പൊ ഏത് ടൈപ്പിലുള്ളതാണെന്ന് ആദ്യം തന്നെ അറിയുക. മൈനർ ആണോ മേജർ ആണോ എന്ത് തന്നെയായാലും അതിന് വേണ്ടിയിട്ട് എമർജൻസി ആയിട്ടുള്ള ആളെ ബന്ധപ്പെടണം. അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ റിപ്പോർട്ട് ചെയ്യുക അതിനെ കുറിച്ച്. ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. നമ്മളുടെ എന്താ പറയാ ഗ്ലൗസ്, ഗോഗിൾസ്, അതുപോലെ റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു ദാറ്റ് സ്പിൽഡ് ഏരിയ. അത്തരം സ്പിൽഡ് ഏരിയയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ധരിക്കാം. അത് ഇതിന് കാരണമാകുന്നത് ടു അവോയ്ഡ് ദ കണക്ഷൻ വിത്ത് ദ കെമിക്കൽസ്.
കെമിക്കൽസ്. അപ്പൊ ഇത്തരം കെമിക്കൽസുമായിട്ട് നമുക്ക് കോൺടാക്റ്റിൽ വരാനും അല്ലെങ്കിൽ കണക്ഷൻ വരാതും ഇരിക്കാനും വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഈ പറയുന്ന കെമിക്കൽസിൽ നിന്നുണ്ടാകുന്ന ഒരു തരം സ്മോക്ക് ഉണ്ടാവുമല്ലോ, അത് ആ വായുവിലും കലർന്നുണ്ടാകും. അത് നമ്മൾ എന്താ പറയാ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻഹെയിൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആ കെമിക്കൽ ഇൻഹലേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ ഏരിയയിൽ നിന്നും കുറച്ച് മാറി നിന്നിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ധരിച്ചിട്ട് വേണം അതിന്റെ അടുത്തേക്ക് പോകാനായിട്ട്. ദെൻ കണ്ടെയ്ൻ ദ സ്പിൽ, അതെല്ലാം തന്നെ കണ്ടെയ്ൻമെന്റിലാക്കുക. അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ, അബ്സോർബന്റ് പാഡ്സ് ഒക്കെ ഉപയോഗിച്ച് അത് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താ പറയാ മറ്റു കാര്യം സ്പ്രെഡിങ്ങിന് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിക്കാം. ഇനി അതിന്റെ അടുത്ത പ്ലേസ് ദ മെറ്റീരിയൽസിന്റെ ലേബൽ, അത് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് കേട്ടോ വീണ്ടും വരുന്നത്. ഇതൊക്കെ എല്ലാം കൂടി സ്പിൽ ചെയ്ത സാധനങ്ങളൊക്കെ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ് എന്നൊക്കെ ഉള്ള ലേബലൊക്കെ എഴുതി മാറ്റി വയ്ക്കാം ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. After that, you have to use the spill kits and sticks to the manufacturers directives ഉപയോഗിച്ച് അവർ തന്നിരിക്കുന്ന അവരുടെ ഏതെങ്കിലും സൊല്യൂഷനോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഡയറക്ഷൻസ് ഉപയോഗിച്ച് മാത്രം നമ്മളത് എടുത്ത് നമ്മൾ അത് എന്താ പറയാ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി ക്ലീൻ അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കെമിക്കൽസ് വീണ്ടും അധികം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കെമിക്കൽസ് ആയതുകൊണ്ട് തന്നെ വീണ്ടും സ്പ്രെഡിങ് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അപ്പോഴും ചിലപ്പോൾ സ്പ്രെഡ് ആകാൻ സാധ്യത. അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് എന്നാ പറഞ്ഞേക്കണേ. ഡിസ്പോസിംഗ് ആണ് അടുത്തത്. വേസ്റ്റ് ചെയ്ത് ഡിസ്പോസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗുകളിലൊക്കെ ആക്കി വെച്ചിട്ടാകും. സോ ഇറ്റ് ഹാസ് ടു ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ ലീഗൽ, ലോക്കൽ ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ്. പറയുന്ന നിയമങ്ങൾക്കനുസരിച്ച് തന്നെ മാത്രമേ കെമിക്കൽസ്, മെർക്കുറി ചെയ്തതുപോലെ തന്നെ മെർക്കുറി അതുപോലെ തന്നെയാണ് കെമിക്കൽസും ഹാൻഡിൽ ചെയ്യേണ്ടത്. അതിനും കുറച്ച് എന്താ പറയാ കാര്യങ്ങളൊക്കെ നിയമപരമായ വശങ്ങളുണ്ട്. ആ രീതിയിലൂടെ മാത്രമേ ഡിസ്കാർഡ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഓൾസോ ഈ കെമിക്കൽസിന്റെ സ്പില്ലേജും ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ് ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ്. ഇതിനും പെട്ടെന്ന് തന്നെ ആ ഒരു കൺസേൺഡ് സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അറിയിക്കുക. അവരുടെ ഡോക്യുമെന്റേഷൻ പർപ്പസിനോ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനോ അതൊക്കെ ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. വായിച്ചു നോക്കുക വേഗം. പറയുന്നത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് നിങ്ങൾക്കും ചിലപ്പോ എന്താ പറയാ ഭയങ്കര ബോറടിക്കാൻ സാധ്യതയുണ്ട്. ഫീലിംഗ് വരാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. കൂടുതലായിട്ട് വന്ന വലിയ കാര്യങ്ങളായിട്ടുള്ളതൊന്നുമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മെർക്കുറിയിൽ നമ്മൾ പറഞ്ഞ മിക്കവാറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരിക. അതിനകത്ത് ഒരു പോയിന്റ് ജസ്റ്റ് കൂടി എന്ന് പറയാമെന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. മൈനർ ആയിട്ടുള്ള സ്പില്ലേജ് ആണോ മേജർ ആയിട്ടുള്ള സ്പില്ലേജ് ആണോ എന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കെമിക്കൽസ്. അതിനുള്ള ജസ്റ്റ് വേഗം വായിച്ചു. കേട്ടിരുന്ന് ബോറടിക്കണ്ടോ? ഇല്ല മിസ്സേ. ഇല്ല. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം. ഈ കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ് അവരൊരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക്
ഇപ്പൊ അറിയാലോ, നമ്മളിങ്ങനെ വായിച്ചു നോക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് നമ്മളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നത് പിക്ചേഴ്സ്, അതുപോലെ തന്നെ വീഡിയോസ്, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി തരും അല്ലെ. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാൻ കുറച്ച് എളുപ്പ വഴികളാണ് ഗ്രാഫുകള്, റെപ്രസെന്റേഷൻസ്, ഇതുപോലെയുള്ള ടേബിൾ റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോ ഫ്ലോ ചാർട്ട് റെപ്രസെന്റേഷനോ വീഡിയോസോ, അതൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിൽ പതിയും അല്ലെ, ഇങ്ങനെ കുറെ ഇങ്ങനെ വായിക്കുന്നതിന് ഭേദം. അപ്പൊ അതുപോലെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താ, കെമിക്കൽ സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടതാണ് ഏറ്റവും ആദ്യം കിടക്കുന്ന ആ ഒരു റെക്ടാംഗിൾ ബോക്സിൽ കിടക്കുന്നത് ചെക്ക് മേജർ ഓർ മൈനർ സ്പില്ലേജ്. അതാണ് നമ്മൾ ആ പോയിന്റുകൾ പറഞ്ഞത്, അവർ അതങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, മൈനർ സ്പില്ലേജ് ആണോ മേജർ സ്പില്ലേജ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. മൈനർ ആണെങ്കിൽ എന്ത് ചെയ്യണം, മേജർ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ആ രണ്ട് ഇഫ് ക്ലോസ് വെച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇഫ് മൈനർ, ഇഫ് മേജർ. മേജർ ആണെങ്കിൽ എന്താ കാര്യങ്ങൾ ചെയ്യേണ്ടത്, മൈനർ ആണെങ്കിൽ എന്ത് ചെയ്യണം, മേജർ ആണെങ്കിൽ എന്ത് ചെയ്യണം, നോട്ടിഫൈ ഇമീഡിയറ്റ്ലി കംപ്രൈസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. അതായത് പെട്ടെന്ന് തന്നെ ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഈ പറയുന്ന സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്ന അധികൃതരുണ്ടായിരിക്കും, ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, അവരെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇൻഫോം എന്ന ആ ഒരു എന്താ പറയാ, നോട്ടിഫൈ എന്നാണ് അവിടെ വരുന്നത്. നോട്ടിഫൈ ഇമീഡിയറ്റ്ലി ആരെയും സേഫ്റ്റി ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെടുക. അതർ എന്നുള്ള വാക്കല്ല അവിടെ വരുന്നത്, ശരിക്കും നോട്ടിഫൈ ചെയ്യുക എന്നാണ്. ശ്രദ്ധയിൽപ്പെടുത്തുക, അവരുടെ സേഫ്റ്റി ഓഫീസേഴ്സിന്റെ ശ്രദ്ധയിൽ പെടുത്താനായിട്ട് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുക, മൈനർ ആണെങ്കിലും. അതിനുശേഷം വി ഹാവ് ടു ഐസോലേറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ആ പർട്ടിക്കുലർ ഏരിയ നമ്മൾ ഐസോലേറ്റ് ചെയ്യുക. ഐസോലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടതാക്കുക, അതാണ് ഒറ്റപ്പെട്ടതാക്കുക. അവിടേക്ക് ആരും കയറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദാറ്റ്സ് ഓൾ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, PPE ധരിക്കുക. യൂസ് PPE ആണ്, അല്ലെങ്കിൽ വെയർ PPE എന്നാണ്. DON എന്നൊക്കെ എന്താണ് എഴുതിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. യു ഹാവ് ടു വെയർ PPE. നമ്മളുടെ PPE എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുക. അതായത് നമ്മുടെ ഗൗണോ, അതുപോലെ തന്നെ ഗ്ലൗസ്, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഷീൽഡോ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അത് ആവശ്യം വേണ്ട സാധനമാണ്, എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ എന്താണ്, കൺട്രോൾ ദി സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പിൽ. ആ എന്താ പറയാ, സ്പില്ല് എന്താ പറയാ പരന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആ സ്പില്ല് കൂടുതലും സ്പ്രെഡ് ആകാതിരിക്കാനുള്ള കൺട്രോളിംഗ് ഒക്കെ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് യൂസ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബന്റ് പാഡ്സ്. ചില ആസിഡ്സ് ഒക്കെ അതിന്റെ ചുറ്റുമൊക്കെ ഒഴിച്ചിട്ട് സ്പ്രെഡ് ആവാതിരിക്കാനേ അതിന്റെ ആ ഒരു എന്താ പറയാ ബൗണ്ടറിയിൽ കുറച്ച് ആസിഡോ ചിലപ്പോ ചില അതിന്റെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള ആൽക്കലീസ് ഒക്കെ ഒഴിച്ചിട്ട് അത് അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡുകളൊക്കെ ഉപയോഗിച്ച് ആ ഒരു പർട്ടിക്കുലർ ഏരിയയെ നമ്മൾ ഒരു ആവരണത്തിന്റെ ഉള്ളിലാക്കുക, സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ. പിന്നെന്താ, അക്കോർഡിംഗ് ടു ദ റൂൾസ് അനുസരിച്ച് അതിനെ ഡിസ്കാർഡ് ചെയ്യുക. ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ, അണുവിമുക്തമാക്കുക, ആ പർട്ടിക്കുലർ ഏരിയ ക്ലീൻ ചെയ്യുക. റേസ് ഇൻസിഡന്റ് ഫോംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട അതെങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. അത്രയും കാര്യങ്ങളാണ് മൈനർ ആയിട്ടുള്ള എന്താ പറയാ സ്പില്ലേജ് ആണ് കെമിക്കൽസിന് ഉണ്ടായെങ്കിൽ. ഇനി മേജർ ആണെങ്കിൽ അതുപോലെ തന്നെ നോട്ടിഫൈ അതേഴ്സ്, അതുമായി ബന്ധപ്പെട്ടവരെ അറിയിക്കുക. എവിക്ട് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. നേരത്തെ എവിക്ഷൻ ഉണ്ടായില്ല കേട്ടാ, എവിക്ട് ചെയ്യാൻ പറഞ്ഞില്ല നമ്മളോട്. ഐസോലേറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ എന്നാണ്. ആ സ്ഥലം മാത്രം ഒന്ന് ഐസോലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ആരും പ്രവേശിക്കാതിരിക്കാൻ തടയുക. മറ്റേത് അങ്ങനെയല്ല, ആ പ്രദേശത്തു നിന്ന് തന്നെ വിട്ടു മാറണം നമ്മൾ. കാരണം മേജർ ആയിട്ടുള്ള സ്പില്ലേജ് ആണല്ലോ, കുറച്ച് കൂടുതൽ എന്താ പറയാ എമിഷൻ ഓഫ് ആ കെമിക്കൽ വന്നിട്ടുണ്ട്, പുറത്തള്ളപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പർട്ടിക്കുലർ ഏരിയ എവിക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ എവിക്ട് ചെയ്യുന്നതോടൊപ്പം നമ്മൾ മാറിയുന്നു, നമുക്ക് അപകടം വരരുത് എന്ന് വിചാരിച്ച് മാറിയുന്നു. പറഞ്ഞവര് ചെല്ലണവർ അങ്ങോട്ട് നിന്ന് കയറി കൊടുക്കട്ടെ എന്ന് വിചാരിക്കരുത്. വി ഹാവ് ടു പ്രിവെന്റ് അതേഴ്സ് ഫ്രം എൻട്രിങ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ആ ഏരിയയിലേക്ക് ആരെങ്കിലും പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ തടയുകയും വേണം. പിന്നെ വാച്ച് ഫോർ ഫയർ ഇഫ് ഇൻഫ്ലേമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. ഇനി ചില ഈ കെമിക്കൽസ് ഒക്കെ പെട്ടെന്ന് തീപിടുത്തത്തിലേക്കൊക്കെ നയിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ അടുത്ത് ഫയർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും വന്നിട്ടില്ല, അതിനുമായിട്ട് കോണ്ടാക്ട് വന്നല്ല. ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നത്, മാനേജ് ചെയ്യണം നന്നായിട്ട്. അത് കത്തുപിടിക്കാതിരിക്കാൻ, തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ, അതുപോലെയുള്ള തീ വരുന്ന ഏതെങ്കിലും തരം ഒബ്ജക്ട്സ് അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് കെമിക്കൽസ് സ്പില്ലേജിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും ഈ രണ്ട് രീതിയിൽ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ആ ഫ്ലോ ചാർട്ടിലേക്ക് ഒന്ന് വേഗം ഒന്ന് നോക്കി വായിച്ചു നോക്കാം കേട്ടോ.
മിസ് എവിടെ അതർ എന്നുള്ളിടത്ത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണോ? നോട്ടിഫൈ ഇമ്മീഡിയറ്റ്ലി. ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക സേഫ്റ്റി ഓഫീസേഴ്സിന്. മറ്റേത് അടുത്തത് ഐസോലേറ്റ് ഏരിയ DON എന്നുള്ളത് മാറ്റി യൂസ് PPE എന്ന് എഴുതാം. യൂസ് PPE. DON എന്താ അവിടെ വന്നിരുന്നു എനിക്കറിയില്ല. പ്രിന്റ് ചെയ്തപ്പോ മിസ്റ്റേക്ക് ആവാം. തിരുത്തി എഴുതാട്ടെ എല്ലാവരും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെന്റൻസിന്റെ മീനിങ്ഫുൾ ആയി കിട്ടില്ല. അതർ ഇമ്മീഡിയറ്റ്ലി കംപ്രൈസിങ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതേഴ്സ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു നോട്ടിഫൈ എന്നുള്ള വാക്ക് ഇപ്പുറത്ത് വന്നിട്ടല്ലോ. നോട്ടിഫൈ അതേഴ്സ് എന്ന് പറയുന്നത് അവിടെ അത് ആ നോട്ടിഫൈ എന്ന് പറഞ്ഞ വാക്ക് വിട്ടുപോയി. നോട്ടിഫൈ സെവൻ ടൈപ്സ് ഓഫ് സ്പില്ലേജുകൾ ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞത് 4ാമത്തെയാണ്. ഇനി ഒരു 5, 6, 7 ഉണ്ട്. അതൊക്കെ ചെറുതാണ്. സ്ക്രോൾ ചെയ്യാമോ? എന്തോ സ്ക്രോൾ ചെയ്യാമോ താഴെ കാണാൻ? കുറച്ചുകൂടി താഴേക്ക് കാണാൻ. ആ ഓക്കെ അല്ലേ? വായിച്ചില്ലേ? കഴിഞ്ഞു മിസ്സേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്പില്ലേജ് ഏതാന്ന് നോക്കാം. 5th ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ്. ഇനി എങ്ങനെയാണ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്? അത് നമുക്ക് ഡേഞ്ചറസ് ആകാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം കെമിക്കൽസ്, മെർക്കുറി പോലെ തന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ദേ ആർ ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഓൾസോ ദ എൻവയോൺമെന്റ്. നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനും അതുപോലെ തന്നെ എൻവയോൺമെന്റിനും റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് ഓൾസോ വി ഹാവ് ടു ടേക്ക് സ്പെഷ്യൽ കെയർ ടു മാനേജ് ദിസ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ്. ഈ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കെയറിങ് നമ്മൾ കൊടുത്തേ മതിയാകൂ. So first we have to evacuate that particular area. ഇത്തരം റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതായത് നമുക്കത് മനസ്സിലായാലേ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ പറഞ്ഞാൽ if the spill is notable, evacuate the area and call emergency service. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ഉണ്ടായി എന്ന് ചിലപ്പോൾ അത് മനസ്സിലാകണം. നമുക്കത് നമ്മുടെ നോട്ടീസിൽ വരണം, നമുക്കത് ശ്രദ്ധയിൽപ്പെടണം. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ സ്ഥലം കാലിയാക്കുക, എമർജൻസി സർവീസസിന് വേണ്ടി ബന്ധപ്പെടുക. അതിനുശേഷം പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എല്ലാ സ്പില്ലേജിലും ഈ സംഭവം ഉണ്ട് കേട്ടോ. ഗ്ലൗസ്, ഗോഗിൾസ്, റെസ്പിറേറ്റേഴ്സ്, ഇതൊക്കെ ബിഫോർ ഗോയിങ് ടു ദാറ്റ് പർട്ടിക്കുലർ ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുക. ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുമായിട്ട് ഡയറക്റ്റ് കണക്ഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന് മറ്റു കാര്യങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. Then next one, contain the spill. സ്പില്ലുകളൊക്കെ വേഗം തന്നെ അബ്സോർബന്റ് പാഡുകളോ അല്ലെങ്കിൽ മറ്റേ തരത്തിലുള്ള അബ്സോർബൻസ് ഒക്കെ ഇതിനകത്ത് ഉപയോഗിക്കട്ടെ. റേഡിയോ ആക്റ്റീവിന് അവർ പറഞ്ഞിട്ടുണ്ട് സാൻഡ്, മണ്ണൊക്കെ ഇടാമെന്ന്. അബ്സോർബന്റ് പാഡുകളും അതുപോലെ മണ്ണലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ അബ്സോർബ് ചെയ്തെടുക്കാം. അപ്പൊ അത് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. പിന്നെ എന്നിട്ട് ഈ മെറ്റീരിയൽസ് എല്ലാം കൂടി വാരിക്കൂട്ടി വേസ്റ്റ് ബാഗിൽ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റണം. അതിനും ബയോഹസാർഡ് എന്ന് പറയുന്ന ലേബൽ വേണം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കണ്ടെയ്ൻമെന്റിൽ ആക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതിനുശേഷം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഡിസ്ഇൻഫെക്ട് ആക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറർ പറഞ്ഞിരിക്കുന്ന പ്രിക്കോഷൻസ് ശ്രദ്ധിച്ച് മാത്രം നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക.
അപ്പൊ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന വസ്തുവും ഡേഞ്ചറസ് ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഡേഞ്ചറസ് ആകുന്നത് ചിലപ്പോൾ നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് അല്ലെ. ഇപ്പൊ നമ്മൾ തന്നെയല്ലേ, നമ്മൾ ഇപ്പൊ പനിയൊക്കെ വരുമ്പോ നമ്മൾക്ക് വായിലൂടെ കഴിക്കേണ്ട മരുന്നുകളുണ്ട്. ചില മരുന്നുകൾ ചില അസുഖങ്ങൾക്ക് നമുക്ക് പുറമേല് പുരട്ടാനുള്ളതാണ്. ഇപ്പൊ കണ്ണിൽ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കാനുള്ളതാണ് അല്ലെ, മൂക്കിൽ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കാനുള്ളതാണ്. പിന്നെ ചിലത് വായിലേക്ക് കഴിക്കേണ്ട ലിക്വിഡ് ഫോമിലുള്ള മരുന്നുകളുണ്ട്. എല്ലാ മരുന്നും ഇങ്ങനെ വായുകൂടി കഴിച്ചാൽ മതിയെന്നല്ലല്ലോ അല്ലെ. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് അത് ചെയ്യേണ്ടതെന്ന് അതിന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഇതിന്റെ പുറത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഫിസിഷ്യന്റെ ഡിറക്ഷൻ പ്രകാരം മാത്രം ഉപയോഗിക്കുക എന്ന് ഉപയോഗിക്കും. ഇപ്പൊ ചിലതിൽ ഇങ്ങനെ കുറച്ച് പ്രിക്കോഷൻസ് കൊടുത്തിട്ടാണ്, ഇറ്റ് ഇസ് നോട്ട് ടു ബി യൂസ്ഡ് ഇന്റേണൽ, അകത്തേക്ക് കഴിക്കാനുള്ളതല്ല, എക്സ്റ്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്, പുറമെ ഉപയോഗിക്കേണ്ടതാണ് എന്നൊക്കെ ചില മരുന്നുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ആ പറഞ്ഞ എന്താ പറയാ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ മാനുഫാക്ചറർ. ആ ഉൽപാദകൻ തന്നെ അതുമ്മ എഴുതി വെച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പൊ അത്തരം ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാതെ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ഉണ്ടായി വേഗം തന്നെ ആ സാധനം എടുത്തിട്ട് നമ്മൾ വേഗം തന്നെ കൈകൊണ്ടോ കാലുകൊണ്ടോ ഒക്കെ എടുത്തിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ആ വെപ്രാളത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ അപകടം ഇവിടെ വരും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ ഈ ചെയ്ത ക്ലീൻ ചെയ്ത് മാറ്റിവെച്ച ഹസാഡസ് ബാഗുകളൊക്കെ തന്നെ ലോക്കൽ സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് അത് പ്രകാരം മാത്രം ഡിസ്പോസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ്. അത് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം കൺസേൺഡ് സ്റ്റാഫിനോട്. എന്തിനാണ്? ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനാണ്. അപ്പം കെമിക്കൽസ്, മെർക്കുറി, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഷാപ്സ് ഇതൊക്കെ തന്നെ കൺസേൺഡ് ആളുകളെ വിവരം അറിയിക്കണം. ബോഡി ഫ്ലൂയിഡ്സുകൾ മാത്രമാണ് കൺസേൺഡ് സ്റ്റാഫിനെ അറിയിക്കേണ്ടാത്തത് എന്ന് വെച്ചാൽ അതിന് നമ്മൾ ഇതൊക്കെ തന്നെ. കാരണം ബോഡി ഫ്ലൂയിഡുകൾ മറ്റൊന്നും കൊണ്ട് ഉണ്ടാകുന്നതല്ല, നമ്മളുടെ അശ്രദ്ധ കൊണ്ടൊക്കെ വരുന്ന ആ ഒരു ലീക്കേജസ് ആണ് അല്ലെ. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നവർ തന്നെ ഉണ്ടാക്കുന്ന ലീക്കേജസ് ആണ്. ഇപ്പൊ പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തി അവരുടെ ബെഡ് പാൻ മാറ്റി അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ അശ്രദ്ധ, നമ്മൾ കെയർ ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് വന്ന ലീക്കേജ് ആണത്. അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ് ഒന്നും ആവശ്യമില്ലാത്തതാണ്. പക്ഷെ മറ്റു രീതിയിലുള്ള കെമിക്കൽസോ മെർക്കുറിയോ ഷാർപ്പ് മെറ്റീരിയൽസോ അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജുകളോ ഒക്കെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ, ലീക്ക് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ് ഫോർ ദർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അഞ്ചാമത്തെ വേഗം വായിച്ചു നോക്കാം കേട്ടാ. നമുക്ക് ഏഴാമത്തെ വരെ അങ്ങോട്ട് തീർത്ത് വയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട്. അതുവരെ ഞാൻ ഇത്ര സ്പീഡിലോട് പോകുള്ളൂ. അത് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് നിർത്താം, ശ്വാസം വിടാം. നിങ്ങള് എന്താ പറയാ മടുത്തെങ്കിൽ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുകയാണല്ലോ പറയുന്ന. എനിക്ക് ഇത്ര ഇതില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇതന്നെയല്ലേ നേരത്തെ പറഞ്ഞൊരു ഇത് വരും. ഓക്കെ, പറയാം. നമുക്ക് അടുത്ത നോക്കാലോ.
അടുത്തത് സ്പില്ലിൻ ലബോറട്ടറി ഏരിയ ആണ്. മൈക്രോബയൽ കൾച്ചേഴ്സ്, കൾച്ചറിംഗ് ഒക്കെ നടത്തില്ലേ, അതായത് ലാബുകളിലൊക്കെ പല സാധനമൊക്കെ ഇങ്ങനെ കൾച്ചർ ചെയ്ത് തരും. നമ്മളുടെ കൾച്ചർ ചെയ്ത് നോക്കിയിട്ടാണ് പല ടെസ്റ്റുകൾ നമ്മുടെ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ രോഗം എന്താണെന്ന് നിവാരണം ചെയ്തെടുക്കണം അല്ലെ, ഡയഗ്നോസിസ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ പല തരത്തിലുള്ള കൾച്ചറിങ് ഒക്കെ നടത്തുന്നതാണ്. ബ്ലഡുകൾ തമ്മിലായിരിക്കാം, യൂറിൻസ്, അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലബോറട്ടറി ഏരിയയിലും ബി സം ടൈപ്പ് ഓഫ് സ്പില്ലേജ്, അവിടെയും ലീക്കേജസ് സ്പില്ലേജുകൾ വരാൻ സാധ്യതയുണ്ട്. സോ അവിടെ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ. ഒന്ന്, PPE ലാബ് കോട്ടുകൾ ധരിച്ചിട്ട് വേണം അവിടുത്തെ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കെമിക്കൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലൗസ് ധരിച്ചിരിക്കണം, സേഫ്റ്റി ഗ്ലാസസ് വെച്ചിരിക്കണം, മാർക്ക് എന്താ പറയാ, നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമീഡിയറ്റ് ഏരിയ ആൻഡ് വെക്കേറ്റഡ് ഏരിയ. ഇതുപോലെയുള്ള പ്രത്യേകം സ്ഥലങ്ങളിൽ ലബോറട്ടറിയിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഏരിയയിൽ നിന്നും ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തുക, എല്ലാവരും അറിയിക്കുക ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയും പെട്ടെന്ന് തന്നെ ആ ഒരു ഏരിയ വെക്കേറ്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. പിന്നെ കവർ ദ സ്പിൽ വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഭാഗം കവർ ചെയ്യുക. മാത്രമല്ല മെറ്റീരിയൽ ഡ്രഞ്ച്ഡ് ഇൻ റൈറ്റ് ഡിസ്ഇൻഫെക്റ്റന്റ്. ചിലപ്പോ ചില മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അതവിടെ മുക്കിയിടുന്നില്ല, ഇത്തരം അബ്സോർബന്റ് പാടുകൾ ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും സാധനത്തിൽ സൊല്യൂഷൻസിലൊക്കെ ഇയാൾ വിമുക്തമാക്കാൻ പറ്റിയ സൊല്യൂഷൻസിൽ ഡിസ്ഇൻഫെക്റ്റന്റിലൊക്കെ മുക്കിയിട്ട് കൃത്യമായ രീതിയിലുള്ള ഡിസ്ഇൻഫെക്റ്റന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് റൈറ്റ് ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. അതില് എന്താ പറയാ മുക്കിയത്, ഡ്രഞ്ച് എന്ന് പറയുന്നത് നനച്ചത്. ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആകാം, അതിനകത്ത് കോൺസെൻട്രേഷൻ ഓഫ് 1% അവൈലബിൾ ക്ലോറിൻ ആൻഡ് 80% എത്തനോൾ ഇതടങ്ങിയ ഒരു സൊല്യൂഷൻ ആണ്. ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ മറ്റ് ക്ലോറിൻ എന്ന് പറയുന്നതിന്റെ 80% അതും എത്തനോൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് ഇത്തരം ലാബിൽ ഉണ്ടാകുന്ന സ്പില്ലേജുകളെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. അതിൽ ഡ്രെൻ ചെയ്ത് മുക്കിയ ആ തുണി അത് വെച്ചിട്ട് വേണം അവർ എന്ത് ചെയ്യാനായിട്ട്, സ്പില്ലേജ് ഒക്കെ കവർ ചെയ്യാനായിട്ട്. അതിനുശേഷം അത് കവർ ചെയ്ത് എത്ര നേരം മാറ്റി അവിടെ അങ്ങനെ തന്നെ ലീവ് ചെയ്യണമെന്ന് പറയണേ, 10 to 30 minutes, ഒരു അരമണിക്കൂർ വരെയൊക്കെ അങ്ങനെ അവിടെ മാറ്റി വയ്ക്കുക. ആഫ്റ്റർ pouring disinfectant solution around the spill, ആ സ്പില്ലിന്റെ ചുറ്റും അത് ഒഴിച്ചിട്ട് ഒരു 10 തുടങ്ങി 30 മിനിറ്റ് വരെ അങ്ങനെ ലീവ് ചെയ്യാം. അതിനുശേഷം റബ് ദ നിയർ ബൈ ഏരിയ യൂസിങ് ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ. അതിന്റെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് റബ് ചെയ്യുക, തുടയ്ക്കുക. ക്ലീൻ ദ സ്പില്ലേജ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ആൻഡ് ഷിഫ്റ്റ് ഓൾ പൊല്യൂട്ടഡ് മെറ്റീരിയൽസ് ടു ആൻ അപ്രോപ്രിയേറ്റ് വേസ്റ്റ് കണ്ടെയ്നർ. ആ സ്പില്ലേജ് നടന്ന സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യുക ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ച്. മാത്രമല്ല അതിന്റെ അടുത്ത് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോ ആ ഒരു അംശം തെറിച്ച് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെക്കുക, അവിടെ ഉണ്ടായിരുന്ന ലാബിൽ ഉണ്ടായ ചില മെറ്റീരിയൽസിലൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ കൂടെ മാറ്റി വെക്കുക. വേണ്ടാത്തതാണെങ്കിൽ വേസ്റ്റ് കണ്ടെയ്നറിലേക്ക് ഇടുക. ഇഫ് ദ സ്പില്ലേജ് ഈസ് ഹ്യൂജ്, വലിയ സ്പില്ലേജ് ഒക്കെ ആണെങ്കിൽ അത് എന്താ പറയാ, അതിനകത്ത് ചിലപ്പോ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡീകണ്ടാമിനേറ്റഡ് വിത്ത് ഫോർമാൽഡിഹൈഡ് ഗ്യാസ്. അതൊരു തരം ഗ്യാസ് ആണ്. അപ്പൊ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ച് എന്താണ്, ക്വാളിഫൈഡ് സ്റ്റാഫ്, അതിന് ബന്ധപ്പെട്ട എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഈ പറയുന്ന സാധനമൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ആ ഒരു ഇതൊക്കെ ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. മാത്രമല്ല അത് ആളുകളെ പെട്ടെന്ന് തന്നെ റേസ് ഇൻസിഡന്റ് ഫോംസ്, അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുക. ആ ഒരു ഇൻസിഡന്റിന്റെ ഉണ്ടായ കാരണം അതെന്താണെന്ന് വെച്ചാൽ അത് എഴുതി വെക്കുക. അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നീട് റെക്കോർഡായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന സ്പില്ലേജിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതൊന്ന് വേഗം വായിച്ചു നോക്കിയേ. ലബോറട്ടറി, ലാബ് ഏരിയയിൽ ഉണ്ടാകുന്ന സ്പില്ലേജസ്.
ഫോർമൽഡിഹൈഡ് എന്താണെന്ന് അവിടെ ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോണ്ട്. ഫോർമൽഡിഹൈഡ് അതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. അത് എന്താ പറയാ, ഒരു ഫ്ലെയിമബിളും ആണ്. പെട്ടെന്ന് കത്തുപിടിക്കാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു ഗ്യാസ് ആണ്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ലാബില് ഇതുപോലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ടോക്സിക് ആണ് എങ്കിലും നമ്മളത് ഹാൻഡിൽ ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ, മാനുഫാക്ചറർ പറയുന്ന രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് വേണം ഇത്തരം സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ. നമ്മൾ ക്ലീൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കെയർ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. ഫോർമൽഡിഹൈഡ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ട് എഴുതാം. കളർലെസ് COLOURLESS എന്ന് വെച്ചാൽ നിറമൊന്നുമില്ല അതിന്. കളർലെസ്, ഹൈലി ടോക്സിക് and highly toxic and flammable. FLAMMABLE, flammable gas. അതിന്റെ ഒരു കെമിക്കൽ നെയിം ഉണ്ട് കേട്ടോ, രാസനാമം CH2O. C ക്യാപിറ്റൽ ലെറ്റർ, H ക്യാപിറ്റൽ ലെറ്റർ, അതിന്റെ താഴെയായിട്ട് നമ്മൾ ഇങ്ങനെ കെമിക്കൽ നെയിം എഴുതില്ലേ, H2O അതുപോലത്തെ. അപ്പൊ CH2 എഴുതിയിട്ട് O ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്. CH2O അതാണ് ഫോർമാൽഡിഹൈഡിന്റെ ഒരു കെമിക്കൽ നെയിം, CH2O. ഓക്കെ അല്ലേ, ശരിയല്ലേ? അടുത്തത് ഒരെണ്ണം കൂടി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്താക്കാം. എനിക്ക് തോന്നണം അടുത്തത് ഫാർമാസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഫാർമസി നമുക്കറിയാം, ഹോസ്പിറ്റൽസിലെ ഫാർമാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ഐറ്റംസും ഇതുപോലെ തന്നെ സ്പില്ല് ആകാനുള്ള സാധ്യതയുണ്ട്. അന്നേരം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ട ചില സ്റ്റെപ്സ് ആണ് നമുക്ക് പറയാൻ പോകുന്നത്. എല്ലാത്തിലെയും പോലെ തന്നെ യൂസ് PPE ആണ് ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് ഉപയോഗിക്കുക. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്ലൗസ്, ഗോഗിൾസ്, റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു ദാറ്റ് സ്പെൽഡ് ഏരിയ. സ്പിൽഡ് ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ്, കാരണം ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസുമായിട്ട് കോൺടാക്ട് വരാൻ സാധ്യതയുണ്ട്. സോ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദാറ്റ് കോൺടാക്ട് ബിറ്റ്വീൻ ദ dangerous substances, we have to use PPE like gloves, goggles, respiratory materials. Then next one, contain the spill. സ്പില്ലുകളൊക്കെ തുടച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്പിൽ കിറ്റ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ, പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. അതിങ്ങനെ സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അബ്സോർബന്റ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ സ്പിൽ കിറ്റുകളൊക്കെ ഉപയോഗിച്ച് അതൊക്കെ തടഞ്ഞു മാറ്റുക. അതിനും ലേബൽ ചെയ്തിരിക്കണം. ബയോഹസാർഡസ് എന്ന് പറയുന്ന ലേബൽ തന്നെയാണ് ആ ബാഗിന് കൊടുക്കേണ്ടത്. അതിനുശേഷം മാനുഫാക്ചറേഴ്സിന്റെ ഡിറക്ഷൻസ് അനുസരിച്ച് കറക്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ആ പർട്ടിക്കുലർ ഏരിയ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ ഫാർമാസ്യൂട്ടിക്കൽ ഡ്യൂറിംഗ് ക്ലീനപ്പ്. ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രെഡ് ആകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ്. Then you have to dispose the waste. വേസ്റ്റ് എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ പറയുന്ന ഫാർമാസ്യൂട്ടിക്കൽ സ്പില്ലേജ് ഉണ്ടായ അതിന്റെ കോണ്ടാക്റ്റിൽ വന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഡിസ്കാർഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിസ്കാർഡ് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോക്കൽ, സ്റ്റേറ്റ്, ഫെഡറൽ ആയിട്ടുള്ള റെഗുലേഷൻസ് ഫോളോ ചെയ്ത് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ the spillage should be notified with the concerned staff for documentation and investigation purpose. അതിനുശേഷം ഇത് കൺസേൺഡ് സ്റ്റാഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ആളെ അറിയിക്കേണ്ടതാണ്.
അതാണ് ഇത്രയും കാര്യങ്ങളാണ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും വന്നിട്ടുള്ളൂ. അപ്പോ ഇത് ഏകദേശം ആ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിൽ മാത്രമേ കുറച്ച് എന്താ പറയാ അത് ഡേഞ്ചറസ് അല്ല എന്നല്ല, പക്ഷെ ഡേഞ്ചറസ് ആണ് എങ്കിലും അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചില ഇതാണ്. മറ്റേതൊക്കെ ചിലപ്പോൾ അബദ്ധവശാൽ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നതാണ്. മറ്റേതൊക്കെ നമ്മൾ കുറച്ചുകൂടി കെയർ ആയിട്ട് ഹാൻഡിൽ ചെയ്ത അത്തരം ലീക്കേജസ് ഉണ്ടാകില്ല. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജസ് ഉണ്ടാകില്ല. മറ്റേതൊക്കെ വരാൻ സാധ്യതകൾ ഉള്ളത് തന്നെയാണ്. പോസിബിലിറ്റീസ് നല്ല സാധ്യതകൾ ഉള്ളത് തന്നെയാണ് മറ്റ് ലീക്കേജസ് ഒക്കെ. അപ്പൊ ഇതാണ്. അപ്പൊ 7 ടൈപ്സ് ഓഫ് ലീക്കേജസും അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നതും എന്നാണ് നമ്മൾ ഇപ്പൊ ഇത്രയും നേരം കിടന്ന് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് എന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ ഏതൊക്കെ മാനേജ് ചെയ്യാൻ പഠിച്ചു നമ്മള്? blood and body fluid spillage, blood and body fluids, mercury spillage waste management, mercury spillage waste, sharp spillage waste, okay, chemical spillage waste, radioactive spillage waste, laboratory microbial culture. Okay, 7 എണ്ണമാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. 7 ടൈപ്പ് ഓഫ് സ്പില്ലേജുകളും ഹൗ ടു മാനേജ് ഓൾ ദാറ്റ് സ്പില്ലേജ്, ഇത്തരം സ്പില്ലേജുകൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ 7 വരെ കഴിഞ്ഞു. ഇനി അടുത്തൊരു ടോപ്പിക് ആണ്. അതായത് ഈ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാകുമ്പോ അതിനോട് റിയാക്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞല്ല, ഇതൊക്കെ ഉണ്ടാകും, സാധ്യതകളുണ്ട് എല്ലാത്തിനും. അപ്പൊ സാധ്യതകൾ ഉണ്ടാകും എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എന്താ പറയാ ഫേസ് ചെയ്യാൻ, ആ സാധ്യതയെ, ആ പോസിബിലിറ്റിനെ നമുക്ക് ഫേസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിൽ ഒന്നാമത്തെ നടപടിയാണ് ദേ ഹാവ് ടു ട്രെയിൻ ദ സ്റ്റാഫ്. സ്റ്റാഫുകളെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും കൊടുക്കുക. സ്പില്ലേജ് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഹൗ ടു റിയാക്ട് അഗെയിൻസ്റ്റ് ഇറ്റ്, അതിനെതിരെ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാം, ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, അതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ട്രെയിൻ ചെയ്ത് എഡ്യൂക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ പെട്ടെന്ന് ഫേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നല്ല രീതിയിൽ അതിനെ ഫേസ് ചെയ്യാം, മറ്റുള്ളവർക്കും നമുക്ക് തന്നെയും ഉപദ്രവം ഇല്ലാതെ ഫേസ് ചെയ്യാൻ പറ്റും. അതിന്റെ ട്രെയിനിങ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ജസ്റ്റ് ഇതുകൂടി ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതിയില്ലല്ലോ? എഴുതിയായിരുന്നോ? ഇല്ല. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട്. അടുത്ത ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ എടുക്കണം. അടുത്തൊരു ക്ലാസ്സിൽ നമുക്കത് തീർക്കാം. ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയില്ലേ? കഴിഞ്ഞിട്ടില്ല? ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടാ. ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചോ, നിങ്ങൾ ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതി. അടുത്ത ദിവസത്തേക്ക് എഴുതിക്കോ. നോട്ട് ബുക്കിൽ ആ ചാപ്റ്ററിന്റെ പേരൊന്നും എഴുതിയത്, കാരണം നമ്മൾ ചാപ്റ്ററിന്റെ പേര് എഴുതിയില്ല, ഒന്നും നോട്ട് എഴുതിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. എഴുതിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എനി ഐറ്റം or material that has spilled or leaked from any
item or material that has spilled or leaked from its designated container. Its designated container. Designated container is called dash. Is called dash. Next one. Dash in a hospital. Dash in a hospital. Dash in a hospital consists of blood, comma, body fluids, blood, comma, body fluids, comma, chemicals or other dangerous substances. Or other dangerous substances. Next one. അടുത്തത് which are the risks ഒരു S കൂടി ഇടണം. Risks associated with the spillage waste. Associated with the spillage waste. Risks associated with spillage waste. Next one. അടുത്തത് എഴുതാം. Which are the types of spillage waste in hospital? Spillage waste in hospitals. Which are the types of spillage waste in hospitals? Next one. Dash is one of the important aspects of waste management. Waste management, which have serious after effects. Serious after effects if not managed properly. Next one. Expand PPE. Next one. Which are the examples of PPE? Personal protective equipment in examples. Which are the examples of PPE? PPE വരുന്നത് ഏതൊക്കെയാണെന്ന് എഴുതിയാൽ മതി. Which are the examples of PPE? Next one. Find the odd one.
ഏതാ? amniotic fluid, comma, semen, SEMEN, comma, saliva, comma, blood. Amniotic fluid, semen, saliva, comma, next one. Mercury spillage is dangerous to human health and dash. Mercury leakage is dangerous to human health and dash. Next one. Spillage of mercury should be decontaminated with spillage of mercury should be decontaminated with dash solution. അടുത്തത് all the spillages should be discarded as dash labeled bags or containers. Dash labeled എന്ത് ലേബൽ എഴുതിയിട്ടാണ്? dash labeled bags or containers. Spills should be reported to concerned staff. Spills should be reported to concerned staff for dash purpose. എല്ലാ സ്പില്ലേജുകളും റിപ്പോർട്ട് ചെയ്യപ്പെടണം കൺസേൺഡ് സ്റ്റാഫിനോട്. എന്ത് പർപ്പസിനാണെന്ന്? പർപ്പസ് എല്ലാത്തിലും പറയണ്ടല്ലോ, എല്ലാത്തിലും മൂന്ന് തന്നെയാണ് പറയണേ. ഓക്കെ, നമ്മളിന്ന് ഇത്രയും എന്താ പറയാ, രണ്ടാമത്തെ പോയിന്റോട് 7ാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ ഇന്ന് എടുത്തത്. അത്രയും പോയിന്റിൽ 5-6 പോയിന്റ് എടുത്തിട്ടുണ്ട്. അതെല്ലാവരും നന്നായിട്ട് കൂടി വായിച്ചൊക്കെ മനസ്സിലാക്കാൻ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എഴുതിയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, അടുത്ത ദിവസം മീൻസ് ഫ്രൈഡേ ക്ലാസ് ഉണ്ട് കേട്ടോ. മറ്റന്നാളല്ലേ ഇനി നമ്മുടെ ക്ലാസ് ഉള്ളത്? അതെ, മറ്റന്നാള്. അപ്പോഴേക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത. നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെ സ്പില്ലേജുകൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെന്നും അതൊക്കെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നും അത്തരം സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് എന്താണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. എല്ലാം തന്നെയാണ്. പിന്നെ ഇനി അവർക്ക് എന്തൊക്കെ ട്രെയിനിങ്ങുകൾ അതിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർ ആയിട്ട് കൊടുക്കണം എന്നുള്ളത് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ കാണാം. Till then.
താങ്ക് യു. Okay, thank you. അടുത്ത ക്ലാസ് ഉണ്ട് കേട്ടോ, അടുത്ത ക്ലാസ് ഉണ്ട്, 12 മണിക്ക് ക്ലാസ് ഉണ്ട്. പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ട് കയറിപ്പോ.